ഭാഗ്യവശാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള ഏഷ്യൻ സ്റ്റോറുകളും ഇല്ല. ആണ് ഈ രണ്ട് ഷോപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇന്ന് നമ്മുടെ ബോക്സ് എത്തിയിട്ടുണ്ട്. ഹലോ, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ഇന്ത്യൻസിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ മലയാളികൾക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒന്നാണ് ചോറ്. അല്ല, ചോറ് കഴിക്കാത്ത മലയാളികൾ അപൂർവമായിരിക്കും അല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാവിടെയും കിട്ടുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞിട്ട് കൂടുതലും ബണ്ണ്, ബണ്ണിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രെഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളായിരിക്കും. പിന്നെ അതുപോലെ ചായ ആയിരിക്കില്ല കൂടുതലുണ്ടായിരിക്കുക, കോഫി ഐറ്റംസ് ആയിരിക്കും. അതായത് പല കമ്പനികളുടെ പല വെറൈറ്റീസ് ഓഫ് കോഫിയുടെ, അതായത് ഫുൾ കോഫി കുരു ആയിട്ടുണ്ടായിരിക്കും, കോഫിയുടെ പൗഡർ ഉണ്ടായിരിക്കും, കോഫിയുടെ അങ്ങനെ പല തരത്തിലുള്ള കോഫി മിക്സുകളും എല്ലാതും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, എല്ലാ വെജിറ്റബിൾസും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് ഒന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ കൂടുതലും കിട്ടുന്നത് മത്തങ്ങ കിട്ടും. അത് കൂടുതൽ ഇപ്പോൾ ഈ ഹാലോവിൻ സീസണൊക്കെ വന്നപ്പോഴാണ് കേട്ടോ കൂടുതലും മത്തങ്ങയ്ക്കൊക്കെ ഇത് വന്നത്, ഡിമാൻഡായത്. അതുവരെ മത്തങ്ങ കിട്ടുന്നതും ഒരു ആ മത്തങ്ങയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, മറ്റേ ജ്യൂസൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ നീളനെയുള്ള ഒരു തരം മത്തങ്ങയില്ലേ, അങ്ങനത്തെ മത്തങ്ങയ്ക്കായിരുന്നു കൂടുതൽ ഞാനിവിടെ കണ്ടത്. അപ്പോൾ അതുപോലെ ഇവിടെ കിട്ടുന്നത് മത്തങ്ങ കിട്ടും, ക്യാരറ്റ് കിട്ടും, ബീട്രൂട്ട് കിട്ടും, പിന്നെ ക്യാപ്സിക്കം, ക്യുക്കുംബർ, പിന്നെ ക്യാബേജ്, ബ്രോക്കലി, പിന്നെ എന്താ കോളിഫ്ലവർ, അങ്ങനത്തെയൊക്കെ വെജിറ്റബിൾസാണ് കൂടുതലും കിട്ടുന്നത്. അതായത് ഇതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു കേരളത്തനിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. ഇപ്പം വെണ്ടയ്ക്ക, കൊത്തമര, അല്ലെങ്കിൽ പിന്നെന്താ മുരിങ്ങക്കായ, കയ്പക്കായ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. ഇവിടെ വന്നപ്പം എനിക്കിവിടെ വന്നപ്പോൾ തന്നെ എനിക്കിതുപോലെ ഒരു ഹെൽപ്പായത്, ഇതുപോലെ തന്നെ ഞാനൊരു യൂട്യൂബിൽ ഇതുപോലെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനൊരു ജെ മാവേലി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് വേറൊരു മലയാളി ഫാമിലീനെ ഇതുപോലെ ഒരു കടയിൽ വെച്ചിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞ ഒരു ഇതറിഞ്ഞ ഒരു ഷോപ്പാണ് മലയാളി കട എന്ന് പറഞ്ഞിട്ടൊരു കട. രണ്ട് ഷോപ്പാണ് അറിയുന്നത്, ജെ മാവേലിയും അതുപോലെ തന്നെ മലയാളി കടയും. അപ്പോൾ ഇത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. ആരെങ്കിലും പുതുതായി ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പുതിയതായിട്ടുള്ളവരാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ചെറിയൊരു വീഡിയോ ഇടുന്നത്. അപ്പം ഈ രണ്ട് ഷോപ്പാണെങ്കിലും ഇപ്പം നമ്മൾ അതിൻ്റെ ഈ അടുത്തൊന്നുമല്ല ഈ ഷോപ്പ് വരുന്നത്. ഏഷ്യൻ സ്റ്റോറുകളിൽ പോയാലും നമുക്ക് കുറച്ചൊക്കെ ഇന്ത്യൻ ഫുഡുകൾ നമുക്ക് കിട്ടും. ഏഷ്യൻ സ്റ്റോറിൽ പോയാലും നോർത്ത് ഏരിയയിലേക്കുള്ള ഫുഡ് ഐറ്റംസുകളാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. അതായത് അവരുടേതായ സ്പൈസസും, മുളക് പൊടി ആണെങ്കിലും മല്ലിപ്പൊടി ആണെങ്കിലും ഒക്കെ അവരുടേതായ ഒരു പാക്കിങ്ങും കാര്യങ്ങളും കേട്ടോ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഭാഗ്യവശാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള ഏഷ്യൻ സ്റ്റോറുകളും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ഏഷ്യൻ സ്റ്റോറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പെട്രോൾ കാശ് അടിച്ച് അവിടെ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമാണ് താനും. അതിന് മാത്രം ഒന്നും ആ ഏഷ്യൻ സ്റ്റോറിൽ ഇവിടെ അടുത്തുള്ള, അതായത് ഈ 1 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് പോകുന്ന ഏഷ്യൻ സ്റ്റോറിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഈ പൊടി ഐറ്റംസ് ഒക്കെ, അതായത് പിന്നെ അതുപോലെ ഗോതമ്പ് പൊടി കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മട്ടരി അങ്ങനത്തെ സാധനമൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് ഷോപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഉടനെ തന്നെ ഇവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി, അവർ ഡെലിവറി ചെയ്ത് തരും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇത്രയും ദൂരമായ കാരണം കൊണ്ട്, അതായത് അവരപ്പോൾ പറഞ്ഞു ഒരു 3 to 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സ് എടുക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അതിലാണ് കേട്ടോ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ തന്നാണോ. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ബോക്സ് എത്തിയിട്ടുണ്ട്. അത് ഒന്നില്ലെങ്കിലും DPD കൊറിയർ അവരുടെ പാക്കിങ്ങിലായിരിക്കും അവരിങ്ങോട്ട് വരാം. അപ്പോൾ ഇന്ന് ആ ബോക്സ് എത്തിയിട്ടുണ്ട്. കുറേ ഐറ്റംസുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ പൈസയുടെ കാര്യം അറിയാലോ, അത്
എന്തായാലും കുറച്ച് കൂടും. പക്ഷെ നമ്മൾ മലയാളികൾക്ക് എന്താ പറയുക, മനസ്സറിഞ്ഞ് സമാധാനമായിട്ട് ഈ ഒരു നാട്ടിൽ കഴിയണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഭക്ഷണം തന്നെയാണല്ലോ മെയിൻ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പുള്ള കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്കൊരു സമാധാനത്തിൽ എന്തെങ്കിലുമൊക്കെ ജീവിച്ച് കഴിച്ച് പോകാനുള്ളത് ഇപ്പോൾ കിട്ടും. കാരണം നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അയ്യോ ഭക്ഷണത്തിന് എന്തൊക്കെയാവെന്ന് പറഞ്ഞപ്പം വിചാരിച്ചിരുന്നു സാരില്ല, ബ്രെഡ് കിട്ടും, ബണ്ണ് കിട്ടും, നൂഡിൽസ് കിട്ടും, അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വന്ന് എന്താ പറയുക, ഫസ്റ്റ് ദിവസം ബ്രെഡ് കഴിച്ചു, പിന്നെ ബണ്ണ് കഴിച്ചു, പിന്നെ നൂഡിൽസ് കഴിച്ചു, പിന്നെ എന്തോ നമ്മുടെ ആ ഒരു പഴയ സ്വഭാവം ഉണ്ടല്ലോ, നമ്മുടെ മലയാളികളുടെ ഒരു ഫുഡിൻ്റെ അതൊക്കെ കിട്ടാണ്ടാക്കി ആയപ്പോൾ പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് കിട്ടിയതാണ് ഈ 2 അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവരുടെ പാക്കിംഗ് ആയിക്കോട്ടെ, അവരുടെ ഡെലിവറി ആയിക്കോട്ടെ, അവരുടെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അവർ കൊണ്ടുവരുന്നത് ഒന്നിനൊരു കേടുപാടുകളും പറ്റാറില്ല. പിന്നെ അതുപോലെ വേപ്പില, അത് പ്രത്യേകം പറയാനുള്ളത്, അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഷോപ്പിൽ നിന്നും കിട്ടില്ല. പിന്നെ അതുപോലെ ഇവിടെ കൗഫ്ലാൻഡിൽ നിന്ന് തേങ്ങ കിട്ടി തുടങ്ങി കേട്ടോ. അതുപോലെ തന്നെ നല്ല ചാള കിട്ടി തുടങ്ങി, ഫ്രോസൺ ചാളയാണ് എന്നാലും സമാധാനം കിട്ടി തുടങ്ങി. അതുപോലെ ഫ്രോസൺ ചെമ്മീൻ പിന്നെ അവൈലബിൾ ആയിട്ട് എപ്പോഴും ഉണ്ട്. ഫ്രോസൺ ചാള കിട്ടി തുടങ്ങി. അതുപോലെ ഒരു തവണ കൗഫ്ലാൻഡിൽ നിന്ന് നമുക്ക് ഫ്രോസൻ്റെ അയിലയും കിട്ടി. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉടനടി മേടിക്കുക, ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഫ്രോസൻ്റെ സംഭവമാണ്. അപ്പോൾ പിന്നെ അത് എത്ര ദിവസം കയ്യിലിരുന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക, നമുക്ക് ഇന്ന് വന്ന പെട്ടി പൊട്ടിച്ചിട്ട് അതിലത്തെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി അതിലേക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മലയാളിക്കടയുടെ ബോക്സ് ഞാൻ പറഞ്ഞില്ലേ, ബോക്സ് ഇതാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതവർ ഇതുപോലെ DPD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, നമ്മുടെ DHL ഒക്കെ പോലെ തന്നെ DPD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസാണ് കേട്ടോ നമുക്ക് അവർ ഡെലിവറി ചെയ്തു തരുന്നത്. നല്ല ഒരു പാക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സീൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മാസത്തിൽ ഒരു തവണയാണ് കേട്ടോ മേടിക്കുക. അവരുടെ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് €34.99 ഉള്ളിലാണെങ്കിൽ മാത്രമേ അവർ ഡെലിവറി ചാർജ് മേടിക്കുള്ളൂ കേട്ടോ. അതിന് മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ ജർമ്മനിയുടെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അവർ ഡെലിവറി നമുക്ക് ചെയ്തു തരും. പക്ഷേ ഈ വർക്കിംഗ് ഡേയ്സ് ചിലപ്പോൾ ദൂരം അനുസരിച്ചിട്ട് കൂടിയെന്ന് വരും. നമുക്കിപ്പോൾ ഒരു 3 to 5 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് വരുന്നുണ്ട് കേട്ടോ. മലയാളിക്കടയും ജയജമാവേലും തമ്മിൽ കമ്പയർ ചെയ്യും കേട്ടോ സാധനങ്ങൾ. എന്നിട്ട് ഏതെല്ലാം കൂടുതൽ ഏതെല്ലാം കുറവെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് മേടിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 2 കടയിൽ നിന്നും മേടിക്കും, ചിലപ്പോൾ ഒരു കടയിൽ നിന്ന് മാത്രം. അപ്പോൾ ഇത്തവണ നമ്മൾ ഈ ഒരു മലയാളിക്കടയിൽ നിന്ന് മാത്രമാണ് കേട്ടോ മേടിച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ ബില്ല് ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എത്ര ഗ്രാമാണ്, എത്ര രൂപയായി എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം വന്നിരിക്കുന്നത് €111.11 കേട്ടോ വന്നേക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു മാസത്തിനുള്ളതാണ് മേടിക്കുന്നത്. അത് എന്തായാലും ഇത്ര ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ അവരെല്ലാം നല്ല പാക്കിംഗ് ആണുള്ളത്. വെജിറ്റബിൾസ് ഒന്നും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓരോരോ കവറിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കവറിൽ വെള്ളമായാലും പുറത്തോട്ട് ലീക്ക് വരില്ല, അങ്ങനത്തെ കവറിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ മേടിച്ചു, നേന്ത്രപ്പഴം ഉണ്ട്, പിന്നെ നേന്ത്രക്കായ ഉണ്ട്, പിന്നെ കടല, പയറ്, പരിപ്പ്, മുതിര, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസുകൾ, അതായത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു മാസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നമ്മളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇവിടുത്തെ ഫുഡുകളും കഴിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടുത്തെ ബ്രെഡായാലും ബണ്ണായാലും ഇവിടുത്തെ റൈസായാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മുടേതായ ഒരു ഫുഡും കൂടിയും കഴിക്കണമല്ലോ. അപ്പോൾ അതും കൂടിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് മേടിക്കണതാണ് കേട്ടോ. ഇത് മുതിര, ഈസി ഇടിയപ്പം പൊടി, പിന്നെ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇത് നമുക്ക് കറക്റ്റ് ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചിട്ട് എടുക്കാൻ കേട്ടോ ചെയ്തേ. മല്ലിപ്പൊടി, പിന്നെ ഇത് ഉലുവ, പിന്നെ ഇത് കയ്പക്കായാണ് കേട്ടോ.
അവരിങ്ങനെ തണുപ്പുള്ളത് ഉള്ള ഇതൊക്കെ ഇങ്ങനെ കവറിലാണ് കേട്ടോ വെക്കുക. ഇത് കൈപ്പക്കായ, അത് 2 അതിൽ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ബാക്കി. പിന്നെ ഇത് ഗരം മസാല കേട്ടോ, കിച്ചൺ ട്രഷറിൻ്റെ. ഏത് കമ്പനിയുടെ വേണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇപ്പം അവൈലബിൾ ആയത് കിച്ചൺ ട്രഷറിൻ്റെ ആയിരുന്നു. പിന്നെ ഇത് സാമ്പാർ പൊടി ഡബിൾ ഹോഴ്സിൻ്റെ. ആ ഒരു നേന്ത്രക്കായ ബാക്കിയുണ്ട് കേട്ടോ. ഇത് എത്ര ഗ്രാം എത്ര തൂക്കം വെച്ചിട്ട് മേടിച്ചത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു 1/2 കിലോനൊക്കെ വെച്ചിട്ടാന്ന് തോന്നുന്നു ഒക്കെ മേടിച്ചത്. പിന്നെ ഇത് പയർ കേട്ടോ, പച്ചപ്പയർ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിനും ഇപ്പോൾ ഒരു 4-5 ദിവസമായി നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ട്. പക്ഷെ ഇതുവരെ ഒന്നിനും ഒരു കേടില്ല കേട്ടോ, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കണേ. പിന്നെ ഇത് പാർലേജിയുടെ ബിസ്ക്കറ്റ്. ഇതിപ്പോൾ മോള് ഫുഡ് കഴിച്ച് തുടങ്ങിയല്ലോ, അപ്പോൾ അവൾക്ക് ഇടയ്ക്ക് ചില നേരത്തൊക്കെ വെച്ച് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. ഇത് വെണ്ടക്കായ കേട്ടോ, വെണ്ടക്കായ. ഇതിനൊന്നിനും ഒരു കേടില്ല കേട്ടോ, ഒക്കെ ഫ്രഷ് തന്നെയാണ് വെണ്ടക്കായ. പിന്നെ ഇത് കോവയ്ക്ക. എടുത്ത് കാണിച്ചു തരാം. കോവയ്ക്ക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് കൊണ്ട് അങ്ങനൊരു സമാധാനം എന്ന് പറയില്ല ഇവിടെ താമസിക്കാൻ. പിന്നെ ഇത് ചുമന്നുള്ളി കേട്ടോ, ചുമന്നുള്ളിക്കൊക്കെ നല്ല അത്യാവശ്യം വിലയുണ്ട്. ഇത് പച്ചമുളക് കേട്ടോ. പിന്നെ ഇത് ചതച്ച മുളക്. പിന്നെ ഇതെന്താ എനിക്ക് ഓർമ്മ ആക്കട്ടെ. പ്രത്യേകം കവറിലിട്ടത് കൊണ്ട് ചിലപ്പോൾ വല്ല ഫ്രോസൺ ഐറ്റംസ് ഉണ്ടെങ്കിലായിരിക്കും. ഓക്കെ, ഇത് പൊറോട്ട. ഓക്കെ, ഇത് പൊറോട്ട കേട്ടോ. ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. ഇത് നമുക്ക് ചുമ്മാ എടുത്ത് ചൂടാക്കുക, ഓവനിലിടുക, ചൂടാക്കുക, കഴിക്കുക. റെഡി ടു ഈറ്റിലത്തെ പൊറോട്ട. അത് ഒരു പ്രത്യേകം തണുപ്പുള്ളതുകൊണ്ട് അങ്ങനെ ഇതാക്കിട്ടോ. പിന്നെ ഇത് അരിയാണ് ലാസ്റ്റത്തെ. ഇത് ഞാൻ മട്ടരിയാണ് കേട്ടോ മേടിക്കാറ്. അപ്പോൾ ഓരോ തവണ ഓരോ ബ്രാൻഡ് കിട്ടുന്ന പോലെ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിലത്തെ കാര്യങ്ങൾ. അപ്പോൾ 111 യൂറോ ആണ് കേട്ടോ ഇതിനെല്ലാത്തിനും കൂടി ആയേക്കുന്നത്. എന്ന് പറയുന്നത് 89 രൂപയോളാണ് കേട്ടോ. അപ്പോൾ നമ്മളിൽ 111 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 9,800 സംതിങ് ഒക്കെ വരും. ഒരു 10,000 രൂപയ്ക്ക് ഉള്ളിലാണ് വരുന്നത്. 10,000 രൂപയുടെ ഉള്ളിൽ കാണുന്ന ഐറ്റംസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇവിടെ ആരെങ്കിലും പുതുതായി വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വരാൻ പ്ലാനുള്ളവരോ അല്ലെങ്കിൽ വന്നതിന് ശേഷം പെട്ടുപോയി എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഈ 2 ഷോപ്പുള്ളത് കൊണ്ട്. ഞാനിത് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, അത് ആദ്യമേ പറയുന്നത്. ഇത് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ വീഡിയോ അല്ല. ഇത് ഞാനിവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ടും കാണാത്തതുകൊണ്ടും ഷോപ്പിലൊക്കെ. എനിക്കിത് കിട്ടിയപ്പോൾ ഒരുപാട് എന്താ പറയുക, സമാധാനം കിട്ടിയെന്ന് പറയില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഷോപ്പും ഒരു ആപ്പും ആയിരുന്നു അത് നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഇട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.